എനിക്ക് ആവേശത്തോടെ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ഒത്തിരി സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒരു മിനുസമുള്ള കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാത്തിന്റെ കട്ടിയുള്ള നെറ്റിത്തടം എറിഞ്ഞു പൊട്ടിച്ച ദാവീദിന്റെ യുദ്ധം എല്ലാ കാലത്തും ആവേശമാണ്. വഴുതിപ്പോകുന്ന കഴുതയുടെ താടിയെല്ലുകൊണ്ട് ശത്രു സംഹാരം നടത്തിയ ശിംശോന്റെ മുന്നേറ്റം എക്കാലത്തും ആവേശമാണ്. കുടത്തിനകത്ത് പന്തമിറക്കി കുടമുടച്ച് കാകളമൂതി യുദ്ധം ജയിച്ച ഗിദെയോൻ എല്ലാ കാലത്തും നമുക്ക് ആവേശമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കുതിര ഈജിപ്തിലെ കുതിരയാണ്. 7 കുതിരയ്ക്ക് മുൻപിൽ ഓടിയ ഏലിയാവിന്റെ ചരിത്രം. 850 ബാൽ അശേരയുടെ പ്രവാചകന്മാരുടെ കഴുത്ത് വെട്ടി കീശോന്റെ പച്ചത്തോട് ചുവപ്പുതോടാക്കിയ ഏലിയാവ് നമുക്ക് ആവേശമാണ്. തേറ്റ പല്ലുകളുള്ള സിംഹത്തിന്റെ കുടിയിൽ കിടന്നുറങ്ങിയ ദാനിയേൽ നമുക്ക് ആവേശമാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത് യേശുവിനെയാണ്. കാരണം പാപത്തെയും പാതാളത്തെയും വിറപ്പിക്കാൻ ആകാശത്തിന്റെ കീഴിൽ അനുവദിക്കപ്പെട്ട ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. മറ്റൊരുവരിലും രക്ഷയില്ല. ആ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല.